അതായത് അവന്റെ അമ്മന്റെ ആങ്ങളെയാ? എടി, ഇത്രയും പ്രായമുള്ള ആളാണോ എന്റെ മോളിനെ കാണാൻ വരുന്നത്? അത്രയൊന്നും ആയിട്ടില്ലമ്മേ, ആകെ 43 വയസ്സേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോ ഒരു പേരിന് തന്നെയല്ലേ കല്യാണം, അതിനിപ്പോ 40 50 ആയാലും എന്താ കുഴപ്പം? എന്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. അമ്മ അവനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചാലും നമ്മുടെ കല്യാണം നടത്താൻ അമ്മ സമ്മതിക്കുമോ? ഒരു ഐഡിയ ഇല്ലടാ, ഇനി എന്താവുന്നേ കണ്ടു തന്നെ അറിയണം. നീ എത്തിയോ? എന്തായിട്ട് ഇത്ര നേരം? കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ലീവ് എടുത്തല്ലേ അമ്മേ, അപ്പൊ അതിന്റെ പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു, അതാ ലേറ്റ് ആയത്. ഞങ്ങൾക്ക് പുറത്തു പോകാനുണ്ടായിരുന്നു, നിന്നെ നോക്കി ഇത്ര നേരം നിന്നതാ. ഒരു 10 മിനിറ്റ് അമ്മേ, ഞാൻ വേഗം കുളിച്ച് റെഡി ആയിട്ട് വരാം. നീ വരുമൊന്നും വേണ്ട, ഞങ്ങൾക്ക് കുടുംബക്കാരന്റെ വീട്ടിൽ പോവാനാ. നീ ഒന്ന് പോയി കാറ് കഴുകിയിട്. ഈ കാർ കഴുകിടാനാണോ നിങ്ങൾ ഇത്രയും നേരം എന്നെ കാത്തു നിന്നത്? ഓന്തോ ഇവിടെ വേറെ ആരുമില്ലേ? അവനെ ബിസിനസ് സ്കൂളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനാണെങ്കിൽ പുറത്തു പോയിട്ട് വന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ആരാ കാറ് കഴുകുന്നത്? ഇപ്പൊ ഞാനോ? കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം ഒരു സെക്കൻഡ് പോലും നിങ്ങൾ ആരും എനിക്ക് റെസ്റ്റ് തന്നിട്ടില്ലല്ലോ. ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണോ നിങ്ങളുടെ മോനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചത്? നീ എവിടേക്കായി കേറി പോണത്? നിന്റെ വീടല്ല, അപ്പുറം ആൾക്കാരുണ്ട്. പതുക്കെ സംസാരിച്ചോ. ഈ കുടുംബത്തിന് നല്ലൊരു പേരുണ്ട്, അത് നീയായിട്ട് നശിപ്പിക്കണ്ട. എന്നൊരു കാര്യം ചെയ്യാമേ, ഞാൻ ഈ വീട്ടിലെ പണിയും ചെയ്തിട്ടേ ഇവിടെ തന്നെ ഇരിക്കുക. ഞാൻ ആ ജോലി റിസൈൻ ചെയ്യാൻ പോവാ. എന്തിനിപ്പോ അവിടെയും പോയി ചെയ്യണം, ഇവിടെ വന്നിട്ടും ചെയ്യണം? എന്നിട്ട് കിട്ടുന്ന ശമ്പളം മുഴുവൻ 1 രൂപ കുറയാണ്ട് നിങ്ങളുടെ കയ്യിലും തരണ്ടേ? എന്തിനപ്പോ പണിക്ക് നിൽക്കുന്നത്? പിന്നെ നിന്റെ നക്കാപ്പിച്ച കൊണ്ടല്ലേ ഞങ്ങൾ ജീവിക്കുന്നത്. മരുമകളുടെ ശമ്പളം പറഞ്ഞല്ലേ അത് ഭർത്താവിന്റെ വീട്ടുകാർക്കുള്ളതാ. അതുകൊണ്ട് മാത്രമാണ് നിന്റെ ശമ്പളം വാങ്ങി വെക്കുന്നത്. പെണ്ണുങ്ങളെ ജോലിക്ക് പോകാതെ കുടുംബത്തിലിരിക്കുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ട് റിസൈൻ ചെയ്യുന്ന കാര്യമൊക്കെ നീ മനസ്സിൽ വെച്ചാൽ മതി. വേഗം പോയി കാറ് കഴുകിയിടറി. വീട്ടിലാവുമ്പോ ഒരു പണി ചെയ്യണ്ടായിരുന്നു, എല്ലാം എന്റെ ചേച്ചി നോക്കും. ഇതിപ്പോ അവളും ദ്രോഹിച്ച് ഉള്ള പണി മുഴുവൻ എനിക്കാണല്ലോ ദൈവം കിട്ടുന്നത്. ഏത് കാലത്താണോ ഇതിനെ കെട്ടാൻ തോന്നിയത്? എടോ, അപ്പോഴത്തെ ഒരു ഇതിന് എന്താ ചെയ്യണ്ടെന്ന് അറിഞ്ഞില്ല, അങ്ങനെ വീട് വിട്ട് ഇറങ്ങിയതാ. ഞാൻ നേരെ പോയി അംഗൻവാടിന്ന് കുഞ്ഞൂസിനെ എടുത്തു. അനിയൻ അന്നേരം തന്നെ വിളിച്ചിട്ടേ എനിക്കൊരു വാടക വീട് റെഡിയാക്കി തന്നിട്ടില്ലായിരുന്നു. ഇല്ല, ഒരു 3-4 മാസമായി കഴിഞ്ഞിട്ട്. ഗീതുവിന്റെ കല്യാണത്തിനോ? ഇല്ലടോ, അവരൊന്നും വിളിച്ചില്ല. എനിക്ക് വിഷമമൊന്നുമില്ല അതിന്. ഇപ്പൊ എനിക്കൊരു ജോലിയുണ്ട്, അങ്ങനെ പോന്നു. ആ ശരി, ഞാൻ വിളിക്കാം. കുഞ്ഞുസേ, അമ്മയ്ക്കിപ്പോ ചെറിയൊരു ശമ്പളമല്ലേ ഉള്ളൂ, അതിന് ഈ ഒരു വാടകയോട്ട് എടുക്കാനേ പറ്റും നമുക്ക്. ഇനി നല്ല ജോലിയൊക്കെ ഇട്ട് നല്ല ശമ്പളമൊക്കെ ആകുമ്പോഴേ വലിയ വീട് എടുക്കാം കേട്ടോ. അല്ലെങ്കിലും ഈ ചെറിയ വീടിന് എന്താ കുഴപ്പം? ഇവിടെ നല്ല സന്തോഷല്ലേ മോനെ. അവിടെ അമ്മമ്മയും മേമയും കൂടി അമ്മനെ എപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇവിടെ ആരും ഇല്ലല്ലോടാ നമ്മളെ ഭരിക്കാൻ. നമ്മളെ വേണ്ടാത്ത സ്ഥലത്തെ ഒരിക്കലും തിരിച്ചു പോയ തോന്നിയസേ, അവിടെ പോയാ നമുക്ക് ഒരു വില ഉണ്ടാവില്ല. ഇനിയിപ്പൊ അവർക്ക് നമ്മളെ കാണണമെങ്കിൽ അവരിങ്ങോട്ട് വന്നോട്ടെ. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് എല്ലാവർക്കും മാറാൻ പറ്റും മനസ്സേ. അത് നമ്മുടെ മനുഷ്യന്മാരുടെ മാത്രം പ്രത്യേകതയാ. ഭക്ഷണം തെറ്റിടോ അങ്ങനെ. എടാ, അടുത്ത ആഴ്ചയിൽ നിന്റെ എൻഗേജ്മെന്റ്. ഈ പെങ്ങളുടെ വീട്ടുകാരൊന്നും വിളിക്കില്ലേ? എന്തോ ഒരു ചൂടില്ലാണ്ടിരിക്കുന്നത്. പോയി വിളിക്കടാ അവരെ. എന്തിനു വിളിക്കണം അമ്മ? എനിക്കാണെങ്കിൽ അവരെ കണ്ണെടുത്താ കണ്ടുകൂടാ. അന്ന് അമ്മ നിർബന്ധിച്ച് വിട്ടോണ്ട ഞാൻ അങ്ങോട്ട് പോയത്. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്നെ നാണം കെടുത്തിട്ടല്ല അവര് വിട്ടത്. പൈസന്റെ കുങ്കാമ്മ അവർക്ക്. അവരും എന്റെ പരിപാടിക്ക് വരണ്ട. നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാടാ മോനെ ശരിയാവാ? ഒന്നില്ലെങ്കിലും നമ്മുടെ ഗീതു അവിടെയല്ലേ ഉള്ളത്. നമ്മൾ മര്യാദ ചെയ്താലേ അവൾക്ക് അവിടെ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. എന്ത് സമാധാനം? എന്റെ അമ്മ അവള് പൈസ കണ്ടിട്ട് മാത്രം അങ്ങനെ കിട്ടിയത്. നമ്മൾ പടിയെ പറഞ്ഞതല്ലേ ഈ ബന്ധം വേണ്ടാന്ന്. അതുകളുടെ സ്വഭാവം കണ്ട മനുഷ്യന്മാരവിടെ പോയിരിക്കോ? വെറും എച്ചികളാ. നിർത്തടാ, വെറുതെ അവരിനെ ഓരോ കുറ്റം പറയാൻ നിൽക്കണ്ട. നിനക്ക് വയ്യെങ്കിലേ അമ്മ പോയി വിളിച്ചോളാ. നിങ്ങൾക്ക് എന്തിന്റെ കേടാ അമ്മ വെറുതെ അവിടെ പോയി നാണം കിടാൻ വേണ്ടിട്ട്? അവരൊന്നും വേണ്ട പരിപാടിക്ക്. അല്ല, ഈ വീട് വിട്ട് ഇറങ്ങി പോയ നിന്റെ മൂത്ത പെങ്ങളില്ലേ, അവളെ വിളിക്കുന്നില്ലേ? വീട് വിട്ട് ഇറങ്ങി പോയതാ? നിങ്ങളൊക്കെ കൂടി ആ പാവത്തിന് പുറത്താക്കിയതല്ലേ? എന്റെ ചേച്ചിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടല്ലോ. അവളാണ് എന്റെ കാര്യത്തിന് മുന്നിൽ വന്ന് നിൽക്കേണ്ടത്.
അവളില്ലാതെ ഒരു പരിപാടി നടക്കില്ല. ഓ, അവൾക്കിപ്പം നമ്മളുമായിട്ടൊരു ബന്ധമില്ലല്ലോ. നീയല്ലേ ഇപ്പൊ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ആ അമ്മ, വീട് വിട്ടിറങ്ങിയപ്പോഴേ അവളെ സഹായിച്ചതും വാടക വീട് എടുത്തു കൊടുത്തൊക്കെ ഞാൻ തന്നെയാ. അതും പറഞ്ഞിട്ട് എന്റെ 1 രൂപ പോലും ഇപ്പൊ അവൾക്ക് വേണ്ട. നല്ല അന്തസ്സോടെ അധ്വാനിച്ചിട്ട് അവളിപ്പോ ജീവിക്കുന്നത്. എന്തായാലും അവളുടെ അമ്മയല്ലേടാ ഞാന്. ഇടയ്ക്കൊന്ന് എന്നെ വന്ന് കണ്ടുവിടാ അവൾക്ക്. എന്തിനാ അവള് വന്ന് കാണണം? ആദ്യമൊക്കെ എന്റെ ചേച്ചി ഒരു പാവമായിരുന്നു. ഇപ്പളേ തന്റെ ഇടിയാ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി കാണും. ചേക്കാൻ എപ്പോഴും ചേച്ചിനെ പറഞ്ഞ അപ്പൊ പൊള്ളു. ആ അമ്മ, പൊള്ളും. അവൾ ആരൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നല്ല പണി കിട്ടും, അതുറപ്പാ. അരുണേ, നിന്റെ അച്ഛനും അമ്മേനും വല്ലാണ്ട് ദ്രോഹിക്കുന്നുണ്ട് കേട്ടാ. ഒരു മരുമോളായിട്ടില്ല, വേലക്കാരിയായിട്ട് അവരെന്നെ കാണുന്നത്. ഇനി നീ പ്രതികരിച്ചെങ്കിൽ ഞാൻ എന്തെങ്കിലും അവര് ചെയ്യട്ടാ. എന്റെ അച്ഛനമ്മ നീ എന്ത് ചെയ്യുന്ന പറഞ്ഞ? നീ കുറച്ച് മര്യാദ സംസാരിച്ചോട്ടോ. എന്റെ വീട്ടിൽ വന്നിട്ട് നീ എന്നെ ഭരിക്കാൻ നിൽക്കുന്നോ? എന്താടപ്പോ നിന്റെ എന്റെ എന്നൊക്കെ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ കാറ് നമ്മുടെ വീട് എന്നൊക്കെ പറഞ്ഞു നടന്നല്ലേ. ഇപ്പൊ എന്താ നിനക്കൊരു മാറ്റം? എന്റെ മാമനെ കൊണ്ട് നിന്റെ ചേച്ചിനെ കെട്ടിക്കാൻ പറഞ്ഞതല്ലേടി. അപ്പഴേക്ക് നിങ്ങൾ വീട്ടുകാരെ കൂടി നാടകം ഇറങ്ങിയിരിക്കുന്നു. അവള് കത്ത് എഴുതി വെച്ച് ഒളിച്ചോടി പോയതാണ്, അതാണ് ഇതാണ് പറഞ്ഞിട്ട് എല്ലാം ഉടായിപ്പോഴല്ലേ. ആ നിന്നെ ഞാൻ എങ്ങനെയൊരു സ്നേഹിക്കേണ്ടത്? സത്യം പറഞ്ഞ നിന്നെ ഞാൻ കല്യാണം കഴിക്കുകയല്ലായിരുന്നേ, ഒരു ആപത്തിൽ ചെന്ന് പെട്ടുപോയതാ. ഓ, അപ്പൊ ഇതായിരുന്നല്ലേടാ നിന്റെ തനി സ്വഭാവം? ആടി, ഇതന്നെ എന്റെ സ്വഭാവം. അല്ലെങ്കിൽ നീ എന്നെ ഇഷ്ടപ്പെട്ടല്ലോ, എന്റെ പൈസ കണ്ടിട്ടല്ലേ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? ആടാ, നിന്റെ പൈസ കണ്ടിട്ട് തന്നെയാ. ആരെങ്കിലും ഏതെങ്കിലും നല്ലൊരു പെണ്ണ് ഈ കുടുംബത്തിലേക്ക് വരുമോ? ആച്ചറകള. ഡീ, ഇനി നീ എന്നെയോ എന്റെ വീട്ടുകാരെ കുറിച്ചൊരു വാക്ക് പറഞ്ഞേ അടിച്ചു കൊന്നോളെ ഞാൻ. ഒരാൾ എന്നോട് ചോദിക്കാൻ പറ്റില്ല. കൊല്ലടാ, കൊല്ല്. അത് അതിനേക്കാളും ഭേദം. മതിയടി, ഇനി നിന്നെ സഹിക്കാൻ എനിക്കാവില്ല. ഇന്നത്തോടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ. ആടാ, അത് ഞാൻ എന്നോ തീരുമാനിച്ചു തന്നെയാ. ആണെങ്കിൽ ആരാടാ ഇവിടെ കടിച്ചു തൂങ്ങി നിക്കാൻ നിക്കുന്നത്? പോകുന്നതിന് മുമ്പ് നിനക്ക് നിന്റെ തളക്കിന്റെ രണ്ടെണ്ണം തരന്ന് വിചാരിച്ചതാ. വാടി, തരാൻ വാടി. ഇറങ്ങിക്കോ അവിടെ നിന്ന്. വൃത്തികെട്ടവൻ. ഇനിയിപ്പോ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, എല്ലാം നീ തന്നെ വരുത്തി വെച്ചല്ലേ. അല്ലടി, ഞാനായിട്ട് അങ്ങനെ നിന്റെ പ്രശ്നം തീർക്കുക? സംസാരിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ആൾക്കാരാണല്ലോ നിന്റെ ഭർത്താവിന്റെ വീട്ടുകാര്. നീ ഇപ്പൊ അവരുടെ അടുത്ത് പോയി സംസാരിച്ച് കോംപ്രമൈസ് ആക്കി തരാനൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നീ പറ്റുകയാണെങ്കിൽ ഡിവോഴ്സിന്റെ കാര്യം ഒന്ന് ശരിയാക്കി താ. ഡിവോഴ്സിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കാ. അല്ല, അത് കഴിഞ്ഞിട്ട് എവിടെ ഇരിക്കാനാ നിന്റെ പ്ലാന്? അതും കൂടി പറ. എവിടെ ഇരിക്കുന്നോ? അന്നാണ് നീ അങ്ങനെ പറഞ്ഞത്? ഇത് എന്റെയും കൂടി വീടല്ലേ. നിന്റെ വീടോ? കല്യാണത്തിനെ ഒരുപാട് സ്വർണ്ണമൊക്കെ തന്നിട്ട് പറഞ്ഞു വിട്ടല്ലേ നിന്നെ? അത് കയ്യിലുണ്ടല്ലോ, അതേ ഉള്ളൂ. എന്താടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന? അപ്പൊ ഞാൻ എവിടേക്കാ പോവാ? നീ എവിടെയെങ്കിലും പോടി. ഇതേ അവസ്ഥയിലല്ലേ നമ്മുടെ ചേച്ചി ഇവിടെ വന്നിരുന്ന്. അപ്പൊ നീ അമ്മയും കൂടി ആ പാവത്തിനെ എന്തോരം ദ്രോഹിച്ചു. 1 മാസം കഴിഞ്ഞാലേ എന്റെ കല്യാണം കഴിയും. നീ നമ്മുടെ ചേച്ചിയോട് എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ എന്റെ ഭാര്യ നിന്നോട് പെരുമാറും. അപ്പൊ നിനക്ക് മനസ്സിലാകൂടി അതിന്റെ വേദന. കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനേ നീ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ, അതാ നിനക്ക് നല്ലത്. ചേച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം അമ്മേ, എന്നാലേ എന്റെ കല്യാണം നടക്കുള്ളൂ. ഭർത്താവ് മരിച്ച സ്ത്രീയുള്ള വീട്ടിൽ നിന്ന് പെണ്ണെടുത്ത ദോഷമാണെന്ന് ആ തള്ള പറയുന്നത്. നിനക്കെന്താ തലയ്ക്ക് കയറുന്നില്ലേ? എത്ര കാലമായി ഞാൻ ഇത് പറഞ്ഞു തീർക്കുന്നത്? മോളെ, ചേച്ചിനെ കുറിച്ച് നിനക്ക് അറിയാലോ. ആ ഒരു സംഭവത്തിന് ശേഷം മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. പുറത്ത് ആടയ്ക്കൊരു വീടെടുത്ത് താമസിക്കാന്നൊക്കെ പറഞ്ഞ അത്ര ധൈര്യമൊന്നും ഇല്ലടാ എനിക്ക്. രാഹുലെ, വൈകിട്ട് കുറച്ച് ആൾക്കാർ വരാണ്ടേ? സ്റ്റോക്ക് ഒക്കെ ഇല്ലേ? എല്ലാം ഉണ്ട് ചേച്ചി. എല്ലാം ഉണ്ടല്ലേ. പിന്നെ ആ ഹട്ട് 3-ലൊന്ന് പോയി നോക്ക്, അവിടെ എന്തൊക്കെ വേണം പറഞ്ഞു. എന്നാലും അടിപൊളി സെറ്റപ്പ് കിട്ടേച്ചി. എവിടെ നിന്ന് കിട്ടിയിരുന്നു എനിക്ക് ഈ ഐഡിയ? എന്റെ ചെറിയ ശമ്പളം കൊണ്ടേ കുഞ്ഞിന്റെ പഠിത്തവും വീട്ടുപാടിക്കൊന്നും പറ്റുന്നില്ല മോനെ. കുറേയിട്ട് എന്തെങ്കിലും തുടങ്ങുന്നൊരാഗ്രഹം, അങ്ങനെ എത്തിയതാ. എന്നാലും നിന്നെ സമ്മതിക്കണം കേട്ടാ. ആദ്യമൊക്കെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞ ആ സ്പോട്ടിൽ കരയുന്ന ആളാ. ഇപ്പൊ സ്വന്തമായിട്ടൊരു ബിസിനസ്, അത് ഈ ഒരു സെറ്റപ്പില്. എങ്ങനെ കിട്ടി ചേച്ചി നിനക്ക് ഈ ധൈര്യം? ഭർത്താവും പോയി വീട്ടുകാർ ഒഴിവാക്കിയപ്പോഴേ ഞാൻ കുറെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് മോനെ.
എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവത്തിനും വലിയൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് പിന്നെ മനസ്സിലാക്കിയത്. അന്ന് അവരെന്നോട് ഇങ്ങനെ ചെയ്തില്ലായിരുന്നില്ലേ, ഞാൻ ഇപ്പോഴും ആ വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടി കഴിയില്ലായിരുന്നോ? ഒരു വഴി അടഞ്ഞു കൊണ്ടേ നമ്മൾ ഒരിക്കലും കരഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പുറത്ത് 100 വഴി നമുക്കായിട്ട് തുറന്നിട്ടുണ്ടാകും. അത് കണ്ടെത്തിയാ നമ്മൾ ജീവിതത്തിൽ വിജയിക്കടാ. വാ, അവിടെ തിരക്കുന്നുണ്ട്.